പരസ്പരം തുടരുന്ന പ്രകോപനങ്ങളിൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകിയ തിരിച്ചടിയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചത് കുവൈത്തിനാണ്. കുവൈത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ട വിമാന സർവീസുകളിൽ ആശങ്കയിലാണ് നാട്ടിലുള്ളവർ. കുവൈത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖല ഒന്നാകെ ജാഗ്രതയിലാണ്. വെടിനിർത്തലിനും സമാധാന ചർച്ചകൾക്കുമിടയിൽ വീണ്ടും വെടിപൊട്ടിയതിൽ അസ്വസ്ഥരാണ് ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. സൗദി, ഖത്തർ, UAE തുടങ്ങി 8 ഗൾഫ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന US സൈനിക താവളങ്ങളാണ് ഇറാന്റെ ലക്ഷ്യം. അമേരിക്കയുടെ ഇരട്ടത്താപ്പും പരസ്പര വിരുദ്ധമായ ആവശ്യങ്ങളും ചർച്ചകളെ അപ്രസക്തമാക്കുന്നു എന്നതാണ് ഇറാന്റെ നിലപാട്. ഇതോടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ ഭാവി അപകടത്തിലാകുമോ? ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്ന മലയാളി സമൂഹത്തിന് അതിയായ ആശങ്കയുടെ ആവശ്യമുണ്ടോ? യുദ്ധത്തിന് പരിഹാരം നീളുമ്പോൾ ഇന്ധന വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനതയുടെ ദുരിതം ഇരട്ടിയാകുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.